ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അടുക്കളയിലെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വാങ്ങിയിട്ടുള്ള അഫോർഡബിൾ റേറ്റിൽ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണേണ്ട, ബാക്കോട്ട് അടിച്ചു പോകേണ്ട. കാരണം നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സാധനം, ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കട്ടെ, അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. അത്രയ്ക്കും വില കുറവിലാണ് കേട്ടോ നമുക്ക് ഈ പ്രൊഡക്റ്റൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാം. മാക്സിമം നിങ്ങളുടെ ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുമല്ലോ, അപ്പോൾ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വീട്ടമ്മമാർക്ക് എത്ര അടുക്കളയിലേക്കുള്ള സാധനം കിട്ടിയാലും തികയൂലല്ലോ. അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഈ ഐറ്റംസൊക്കെ കിട്ടിയാൽ, അതും കുറഞ്ഞ വിലക്ക് കിട്ടിയാൽ പിന്നെ നമുക്ക് അത്രയും സന്തോഷമാണ്. അപ്പോൾ ഇതാ ഞാൻ എല്ലാ പ്രൊഡക്റ്റും ഇതുപോലത്തെ ഒരു ബോക്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റായി, എന്നാലും കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് ഇത് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ലപോലെ കവർ ചെയ്തിട്ടൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പെട്ടി സംഭവങ്ങളൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, കാരണം നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് അത് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാനാണല്ലോ നോക്കുക. അതുപോലെ ആ ഒരു ഇത് തന്നെ എനിക്കുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ പ്രൊഡക്റ്റുകളായിട്ട് ഞാനിതാ പുറത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർക്ക് കിച്ചണിലെ പണികളൊക്കെ പെട്ടെന്ന് എളുപ്പമാകാനും പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ. പ്രൊഡക്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളും ചിലപ്പോൾ പറയാൻ വിട്ടാലും ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മൾ അരിയും പച്ചക്കറിയും ഒക്കെ നമ്മൾ വെള്ളം വാർന്നു പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതെനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി, കാരണം ഞാൻ വിചാരിച്ചൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അരിയൊക്കെ ജസ്റ്റ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിന് മുകളിലായിട്ട് വെക്കുകയാണെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. പിന്നെ വന്നിട്ടുള്ളത് എഗ്ഗ് റാക്കാണ് കേട്ടോ. നമ്മൾ ഈ എഗ്ഗൊക്കെ ഇതിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലും വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 53 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ 15 എഗ്ഗ് നമുക്ക് ഇതിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം. അടുത്ത വന്നിട്ടുള്ളത് നമുക്ക് സേഫായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഗ്ലൗസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഡിസ്പോസിബിൾ അല്ല, നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് വീണ്ടും ഇത് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലൗസാണ്. നമ്മുടെ കൈ ഡാമേജ് ആവുക അങ്ങനത്തെ പല പ്രശ്നങ്ങൾക്കും ഒരു ഉപകാരമാണ് കേട്ടോ ഈ ഒരു ഗ്ലൗസ്. ഇതിൻ്റെ ഹൈലൈറ്റ് വന്നിട്ട് ഒരു ജോഡിക്ക് 46 രൂപയാണ് വരുന്നത്. ഇതും ഒരു നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് മെഷറിങ് കപ്പാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഈ ഒരു കപ്പിൻ്റെ മുകളിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിയെടുക്കുന്ന ആ ഒരു കറക്റ്റ് അളവ്, ഇപ്പം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മൈദപ്പൊടി യൂസ് ചെയ്യുന്ന ആ ഒരു അളവും കാര്യങ്ങളും ടേബിൾ സ്പൂണായിട്ടും 1/4 കപ്പ് അങ്ങനെ ആയിട്ടൊക്കെ അളവ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും. അളവ് തെറ്റിപ്പോകുമെന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഇതും എനിക്ക് നല്ലൊരു ഉപകാരപ്പെട്ട സംഭവമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ പഴയതൊന്നുണ്ട് കേട്ടോ. പക്ഷേ അതിനേക്കാട്ടിലും ഒന്നും കൂടി നല്ലതായിട്ട് തോന്നുന്ന ക്വാളിറ്റി ഉള്ളത് ഇതാണ് കേട്ടോ. ഈ ഒരു കപ്പിന് വരുന്നത് 65 രൂപയാണ് കേട്ടോ. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് സ്പീഡ് ബ്ലെൻഡറാണ്. നമുക്ക് എഗ്ഗൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതും നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാം. എഗ്ഗ് അതുപോലെ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. എൻ്റെ കയ്യിലുള്ളത് ഇലക്ട്രിക് ബീറ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറണ്ട് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ചിലപ്പം കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യണമെങ്കിൽ ഇതെടുത്തുങ്ങാണ്ട് ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ അവിടെ ഒരു പിടുത്തം വരുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മൾ ഓവനിലൊക്കെ എന്തെങ്കിലും കുക്ക് ചെയ്തതിന് ശേഷം ആ ഒരു പാത്രം പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടവലാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാത്രങ്ങളും ചൂട് നമ്മളെ കൈക്ക് ഏൽക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ചൂടുള്ള പാത്രങ്ങളൊക്കെ എടുക്കാം. നല്ലൊരു യൂസ്ഫുള്ളാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലത്തെ ഡബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ബ്രഷാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മളെ പുറമൊക്കെ തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മൾ പുറം തേക്കാനും അല്ലാതെ ബോഡി മൊത്തത്തിൽ നമുക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകാനും പറ്റുന്ന ആ ഒരു
ബ്രഷാണ്. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്, കാരണം ഡബിൾ ആയതുകൊണ്ട് തന്നെ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 78 രൂപയാണ്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് റൗണ്ട് ഷേപ്പിൽ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെക്കാം. ഇതിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് കേട്ടോ. ഇതുപോലത്തെ ചെറിയ ബോട്ടിലൊക്കെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണോ വേണ്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ നമുക്ക് ആവശ്യാനുസരണം എടുക്കാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഇതുണ്ടല്ലോ, ലൈറ്റർ, അതാണ് കേട്ടോ. അത് അത്യാവശ്യം കുറച്ച് നീളത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതും നല്ല യൂസ്ഫുള്ളാണ്, കാരണം കുറച്ച് വലുപ്പത്തിലാവുമ്പോൾ നമുക്ക് എപ്പോഴും ലൈറ്റർ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലത്തെ മാജിക്കൽ ഹുക്കാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഹുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ബാത്റൂമിൽ ടവൽ വെക്കാൻ, അങ്ങനെ ഓരോ ഇതിനും വേണ്ടിയിട്ട്. പിന്നെ അത് അവിടെ ഫിറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു നമുക്ക് കിട്ടുന്ന ആ ഒരു ബോക്സിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റാണ്. ഇത് നമുക്ക് ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഒട്ടിക്കാനുള്ള ആ ഒരു ഇതുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് ആ ഒരു ബാത്റൂമിൻ്റെ ടൈലായിക്കോട്ടെ, അല്ലെങ്കിൽ കിച്ചണിലായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ, ഇപ്പോൾ ബ്രഷ് അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാൻ ഹെൽപ്ഫുള്ളാണ്. ഇത് 2 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു സ്ലിപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒട്ടിക്കാൻ പറ്റും. പിന്നെ വന്നിട്ടുള്ളത് ഇതെനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മളെ മിക്സി, അതുപോലെ നമ്മളെ സിങ്കിൻ്റെ ഇടയിലൊക്കെ നമുക്ക്, അല്ലെങ്കിൽ പിന്നെ നമ്മളെ പൈപ്പ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത ഏരിയയിൽ, നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഏരിയയിൽ വരെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ് കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് ഈ ഒരു ബ്രഷ് വരുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ ആ ഒരു ബ്രഷിൻ്റെ അവിടെ നല്ല ഷാർപ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പോലെ ക്ലീൻ ചെയ്യാൻ ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മുടെ ഫിഷില്ലേ, മീനിനൊക്കെ നല്ല പോലെ ചെളുക്കുണ്ടാവും. ചില മീനിനൊക്കെ നല്ല പോലെ ഉണ്ടാവും. ചിലപ്പോൾ കത്തി വെച്ചിട്ട് നമുക്ക് ചിലക്ക് പോക്കാനും കഴിയില്ല, അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടാവുമല്ലോ. ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ മീനിൻ്റെ ചിലക്കയൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കി കിട്ടാൻ നല്ല പോലെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ആ ഒരു മുള്ളിൻ്റെ ഒരു ഇതൊക്കെ വരുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു സോപ്പും ബോക്സാണ് കേട്ടോ. ഇത് നമുക്ക് ടൈലിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ആ ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു കളറിലും അതേപോലെ നല്ലൊരു ഷേപ്പിലുമാണ് ഈ ഒരു സോപ്പും ബോക്സ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സോപ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ സോപ്പും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് അടിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം മുകളിൽ നമ്മൾ സോപ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഹോൾസിലൂടെ വെള്ളം താഴേക്ക് പോകും. അത് പിന്നെ എടുത്തിട്ട് നമുക്ക് ഒഴിവാക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ക്ലീനിങ്ങിന് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് വൈപ്പിംഗ് ഒക്കെ നടത്താൻ പറ്റിയിട്ട് ഈസി ആയിട്ട് ചെയ്യാം. അതുമാത്രമല്ല, നമ്മൾ പുറത്തുനിന്ന് അതിൻ്റെ ലിക്വിഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കോട്ടണിൽ മുക്കിങ്ങാണ്ടായിരിക്കുമല്ലോ ടേബിൾ, മിറർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക. പക്ഷെ അതിനേക്കാട്ടിൽ യൂസ്ഫുള്ളായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട് കേട്ടോ, ബ്രഷ് വരുന്നുണ്ട്. ഒരു വൈപ്പ് ചെയ്യാൻ ആ ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആ ബോട്ടിൽ ഫിറ്റ് ചെയ്യാനുള്ള സംഭവം, പിന്നെ ബോട്ടിൽ നമ്മൾ എന്തെങ്കിലും ലിക്വിഡൊക്കെ, ക്ലീനിങ് ലിക്വിഡൊക്കെ ആക്കി കൊടുത്താൽ നമുക്കതിൽ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോളുണ്ട്. അതിലൂടെ വെള്ളം വരുന്ന സമയത്ത് ഇതേ രീതിയിൽ നമ്മൾ ഒന്ന് വൈപ്പ് ചെയ്ത് എടുത്താൽ മതി. നമ്മുടെ ക്ലീനിങ്ങിന് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതുപോലത്തെ കുഞ്ഞ് 4 ബോക്സ് വന്നിട്ടുണ്ട്. 4 ബോട്ടിൽ പോലത്തെ കുഞ്ഞ് ബോട്ടിൽ കേട്ടോ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നമ്മൾ നമ്മുടെ ബ്രഷ് ഒക്കെ ഇട്ട് വെക്കാം. അല്ലാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവങ്ങൾ, ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ബ്രഷ് സൂക്ഷിക്കാൻ കൊണ്ടുപോകാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബാത്റൂമിലായാലും നമുക്ക് ഇതുപോലെ ഇട്ട് വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ.
പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് കേട്ടോ. ഇത് നമുക്ക് ടൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ചുമരിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല പോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇതിന്മേൽ കുറച്ച് ഹുക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുക്കളയിൽ നമ്മളെ കിച്ചണിലൊക്കെ നമുക്ക് ഇത് ഹുക്ക് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഹുക്കൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ടോയ്ലറ്റിൻ്റെ അവിടെ അല്ലെങ്കിൽ അവിടെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ടവൽ വിരിച്ചിടാൻ പറ്റിയിട്ടുള്ള അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊരു പ്രൊഡക്റ്റാണ്, അതും നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളെ ചൂടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് തരിക എന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ ചൂടുള്ള ഇതൊക്കെ ഇറക്കി വെക്കുന്ന ആ ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സംഭവമാണ് ഇത്. നമുക്ക് ഇതേപോലെ എടുത്തു വെക്കുകയും ചെയ്യാം. അല്ലാതെ നമുക്ക് എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് കൈയിനോട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചൂടുള്ള പാത്രം ഇറക്കി വെച്ചാൽ മതി. പക്ഷേ അത് തെന്നിപ്പോകുമോ എന്നുള്ള പേടി വേണ്ട, അതവിടെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് 2 ടൈപ്പ് സ്റ്റീൽ സ്ട്രോ ആണ് കേട്ടോ. ഇത് നല്ല ഒരു യൂസ്ഫുൾ തന്നെയാണ്. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും കൂടി വരുന്നുണ്ട് കേട്ടോ. ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അതേപോലെ ഇത് നമുക്ക് നല്ല രീതിക്ക് തന്നെ വാഷ് ചെയ്യാനും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ കഴിയും ചെയ്യും. പിന്നെ നമുക്ക് ഇത് വീണ്ടും നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് വെറും 69 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു ബ്രഷും പിന്നെ 2 ടൈപ്പ് സ്ട്രോയും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല പോലെ ക്ലീൻ ചെയ്യാനും പറ്റും, നല്ല പോലെ വിശ്വസിക്കാനും പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ നിങ്ങൾ വാങ്ങുക. ഇത് മാത്രമല്ല കേട്ടോ, ഇതല്ലാത്ത പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങാൻ നോക്കുക. അടുത്ത വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ഇതുപോലത്തെ നമ്മുടെ മോപ്പ് ഫോൾഡറാണ്. നമുക്ക് മോപ്പ് അതുപോലെ ചൂല് പിന്നെ നമ്മൾ മാറാതെ തട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ തോട്ടി, അതൊക്കെ നമുക്ക് ഇതിൽ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ ശ്രദ്ധിക്കുക. അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയാൽ ആ ഒരു കറക്റ്റിൽ തന്നെ നമുക്കിത് കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ ഈ ഫോൾഡറിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ മോപ്പും കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുക. 3 ടൈപ്പ് മോപ്പ് ഫോൾഡറാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 32 രൂപയാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മുടെ കാലിലൊക്കെ ക്രാക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ഓയിൽമെൻ്റ് ഒക്കെ തേച്ചിട്ട് ഈ ഒരു ഷോക്സ് ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ, തുടർച്ചയായിട്ട് ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളെ കാലിലെ ആ ഒരു പ്രശ്നമൊക്കെ മാറി കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടൈപ്പിലാണ് ഇത് വരുന്നത്. നല്ല സോഫ്റ്റാണ്. അതേപോലെ നമ്മുടെ കാലൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്തതിന് ശേഷം എന്തെങ്കിലും മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് പിന്നെ നമുക്ക് ഷോക്സ് ഇട്ടിട്ട് ഒരു എത്ര മിനിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അത് മാത്രമല്ല ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഷൂവിൻ്റെ ഉള്ളിൽ നമുക്ക് ഷോക്സ് ആയിട്ട് ഉപയോഗിക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മളെ ഫേസിൽ നമ്മൾ ഐസ് ക്യൂബ് വെച്ചുകൊണ്ട് നല്ല പോലെ മസാജ് ചെയ്യുന്ന സമയത്ത് നേരിട്ട് നമ്മൾ ഐസ് എടുത്ത് മസാജ് ചെയ്യുമ്പോൾ കൈക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ആക്കിയിട്ട് ഈ ഒരു ഹോളിലൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇത് നമ്മൾ നല്ല പോലെ സെറ്റാക്കിയിട്ട് ഫേസിൽ നമ്മൾ നല്ല പോലെ ഐസ് മസാജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു തണുപ്പ് നമ്മളെ കയ്യിലേക്ക് ഫീൽ ചെയ്യൂല. നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ ഒരു നൈഫ് ഹോൾഡറാണ്. ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അത് ടൈലിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ നൈഫ് വെച്ചിട്ട് നമ്മൾ സെറ്റാക്കുകയാണ് വേണ്ടത്. അത് നല്ല രീതിക്ക് തന്നെ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല പോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനും പറ്റും, അതേപോലെ തിരിച്ച് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു നൈഫ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇത്രയും തോനെ പ്രൊഡക്റ്റ് ഇത്രയും വില കുറവിൽ എവിടുന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അത്രക്കും വില കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഇവരുടെ ഫുൾ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കാറ്റലോഗ് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് അവർ അയച്ചു തരും. ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.